പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ എത്രയും സ്നേഹമുള്ള ദൈവമക്കളെ, പരിശുദ്ധ സഭയുടെ കീഴിലത്തുള്ള സെൻറ്റ് തോമസ് ധ്യാന കേന്ദ്രത്തിൻ്റെ തിരുവചനാഗ്നി ധ്യാനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവമക്കളെ, ഓൺലൈനിലൂടെ വീണ്ടും ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവമക്കളെ, കഴിഞ്ഞ ഞായറാഴ്ച പെന്തക്കോസ്ത് പെരുന്നാൾ നാം ആഘോഷിച്ചു. 120 പേരടങ്ങുന്ന സംഘത്തിന്മേൽ തീനാവുകളുടെ സാദൃശ്യത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ, അവരെല്ലാം പുതുപുത്തൻ വ്യക്തികളായി മാറി. ദൈവമക്കളെ, പിന്നെ അവരുടെ ജീവിതം മുഴുവനും പരിശുദ്ധാത്മാവിൽ കത്തി ജ്വലിച്ച് ഹല്ലേലൂയ, ലോകം മുഴുവനും ദൈവവേല ചെയ്യുവാൻ അവരെ ദൈവം തമ്പുരാൻ കരങ്ങളിലെടുത്തു. പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 10:44 ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞു വചനം കേട്ടുകൊണ്ടിരുന്ന മക്കളുടെ മേൽ. എപ്പോഴാണെന്നറിയാമോ? പത്രോസ്ലീഹ പെന്തക്കോസ്തയുടെ അനുഭവം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തീയായി നിന്ന് വചനം പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, അത്ഭുതങ്ങൾ നടന്നു, അടയാളങ്ങൾ നടന്നു. മുടന്തന് സൗഖ്യം നൽകി. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നൽകിയപ്പോൾ മുടന്തന് യേശുവിനെ കിട്ടി. മുടന്തന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നത്തെ വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന എത്രയും വന്ദിനായിരിക്കുന്ന വാലയിൽ വർഗീസ് കോർപ്പിസ്കോപ്പ് അച്ഛനാണ്. നമുക്ക് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം. വന്യാചാര്യനിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഹല്ലേലൂയ വലിയ കൃപ നമ്മിലേക്ക് ഒഴുകുവാൻ ദൈവമേ കരുണ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിടുവിക്കുന്ന, സൗഖ്യമാക്കുന്ന, മോചനം നൽകുന്ന, കെട്ടുകൾ അഴിക്കുന്ന, ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ വചനം ഹല്ലേലൂയ ശ്രേഷ്ഠാചാര്യൻ്റെ നാവിലൂടെ കേൾക്കുവാൻ ദൈവമേ കരുണ ചൊരിയണമേ, ആചാര്യനെ കരങ്ങളിലെടുക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കാം. വചനം കേൾക്കുന്ന ഓരോ മക്കളെയും കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഹൃദയം തുറന്നിരുന്ന വചനം കേൾക്കാനുള്ള കൃപ നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ ഗാനശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയപ്പെട്ട മകനെയും യൂട്യൂബിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന മകനെയും എല്ലാവരെയും കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള അഭിഷിക്തരെയും ഹല്ലേലൂയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ശുശ്രൂഷകരെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, ഈ ധ്യാന ശുശ്രൂഷ ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ തുരുത്തിപ്പള്ളി വലിയ പള്ളിയിൽ നിറഞ്ഞു നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഷെവലിയാർ ടി ജോയി, അദ്ദേഹത്തിൻ്റെ മാതാവ് പ്രിയപ്പെട്ട അന്നമ്മ താരു അമ്മച്ചിയാണ് ഈ ശുശ്രൂഷ ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട അമ്മച്ചി അനേക പ്രാവശ്യം ഇവിടെ വന്ന് താമസിച്ചുള്ള ധ്യാനത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്. അമ്മച്ചിക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അമ്മച്ചി ഈ ശുശ്രൂഷ ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഏതൊരു ആവശ്യത്തെ പ്രതിയാണോ ഇന്ന് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്, സ്വർഗം തുറന്ന ദൈവം തമ്പുരാൻ അളവില്ലാതെ അമ്മച്ചിയെയും അമ്മച്ചിയുടെ കുടുംബവും എല്ലാം അനുഗ്രഹിക്കപ്പെടാനായി തമ്പുരാൻ്റെ പൊന്നു കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ.
പിതാവായ ദൈവമേ, അങ്ങയുടെ ഇഷ്ടപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും മനസ്സാന്തരവും ഹല്ലേലൂയ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിറവേറ്റപ്പെടേണ്ടതിന് ഞങ്ങൾ അങ്ങയുടെ പൊന്നു മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. സകലരെയും ഒരിക്കൽ കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇടതടവില്ലാതെ മാധ്യസ്ഥം വഹിക്കണമെന്ന് വളരെ വിനയത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ധ്യാന കേന്ദ്രത്തിന് അനുഗ്രഹമായിരിക്കുന്ന, പരിശുദ്ധ സഭയ്ക്ക് അനുഗ്രഹമായിരിക്കുന്ന, ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന വന്യവാലയിൽ വർഗീസ് കോറപ്പിസ്കോപ്പ അച്ഛനെ വളരെ വിനയത്തോടെ യേശുനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവമേ, നിൻ്റെ വേദപ്രമാണങ്ങൾ അടങ്ങിയിരിക്കുന്ന അത്ഭുതകാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. 119 സങ്കീർത്തനം 33 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ബാറക്കുമോർ. യഹോവേ, നിൻ്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിൻ്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിൻ്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിൻ്റെ സാക്ഷികളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായി മാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിൻ്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിൻ്റെ വചനത്തെ അടിയനെ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നയെ അകറ്റിക്കളയണമേ. നിൻ്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ, ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിൻ്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. എല്ലാവരും ചേർന്ന് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ട് നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. അപ്പൻ്റെ അകൃപയാൽ ഒന്ന് പൊതിയുവാൻ, വൻകടങ്ങളെ അകറ്റുവാൻ യേശുവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് നയിക്കണമേ. കരുണയുള്ള കരം വെക്കണമേ, അനുഗ്രഹിക്കണമേ. ചേർന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്താം. തിരുകൃപയല്ലോ ശരണമതെന്നിൽ, വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. തിരുകൃപയല്ലോ ശരണമതെന്നിൽ, വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. ആത്മസന്തോഷം കൊണ്ട് നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. കുശവന്റെ കയ്യിലെ ഒരു കളിമണ്ണ് പോലെ യേശുവപ്പാ, ഓരോ മക്കളെ ഒന്ന് പണിയണമേ, ഒന്ന് കഴുകണമേ. തിരുരക്തത്താലെ കഴുകി ഒന്ന് ശുദ്ധി വരുത്തണമേ. ഹല്ലേലൂയ, സ്തോത്രം. കുശവന്റെ കയ്യിൽ
കളിമണ്ണ് പോലെന്നെ പണിയുക പരനെ, തിരുഹിതം പോലെ കുശവന്റെ കയ്യിൽ. കളിമണ്ണ് പോലെന്നെ പണിയുക പരനെ, തിരുഹിതം പോലെ. ആത്മസന്തോഷം കൊണ്ട് നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം തരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം തരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട ദൈവമക്കളെ, വാത്സല്യമുള്ളവരെ, വളരെ അനുഗ്രഹീതമായ സന്തോഷകരമായ സ്വർഗാരോഹണ പെരുന്നാൾ കാത്തിരിപ്പ് ദിവസങ്ങൾ, ഒടുവിൽ പെന്തിക്കോസ്തി ശുശ്രൂഷ, ഇതിലെല്ലാം ശാരീരികമായ ഒരു കൂട്ടായ്മയായിട്ട് കൂടാനോ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിൻ്റെ കരുണയിൽ, കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് വചനം ധ്യാനിക്കുവാനും പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനും ദൃശ്യമാധ്യമത്തിലൂടെ സാധിച്ചു എന്ന് മനസ്സിലാക്കുകയാണ്. അതിനുവേണ്ടി സമയമെടുത്ത് കഷ്ടപ്പെട്ട് ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് വലിയ അനുഗ്രഹമായിരിക്കും എന്ന് പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനോട് ചേർത്ത് ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിലത്തുള്ള സെൻറ് തോമസ് ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നിരവധി വിഷയങ്ങളെ സമർപ്പിച്ച്, വിശേഷാൽ കോവിഡ് രോഗികളായിട്ടുള്ളവരെ, ആ രീതിയിൽ കഷ്ടപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് വിശേഷപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥനയും ആത്മീയമായ ഒരു കൂട്ടായ്മ ഇപ്രകാരം ഓർഗനൈസ് ചെയ്തെടുത്തുകൊണ്ട് ദൈവവചന ധ്യാനത്തിലേക്ക് ദൈവമക്കളെ കൂട്ടിവരുത്തുകയാണ്. നിങ്ങളായിരിക്കുന്ന ഓരോ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷകളിൽ സംബന്ധിക്കുകയും ജീവിതത്തെ തൊട്ടുണർത്തി ആത്മ ഉണർവോടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സമയത്ത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ പരാജയപ്പെടുത്താനോ പിന്തിരിപ്പിക്കുവാനോ പിന്നോട്ടടിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മുഴുവനായി അതിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ചുകൊണ്ട് ഉണർവിൻ്റെ അനുഭവത്തിൽ തന്നെ തുടർന്ന് പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ഈ വചനധ്യാനം, വചന കേൾവി അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് പെന്തിക്കോസ്തി ശുശ്രൂഷയ്ക്ക് അനന്തരമായി അതിനോടനുബന്ധമായ ചില ചിന്തകളും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് അതിയായൊരു താല്പര്യം തോന്നിയതുകൊണ്ടാണ് ഈ സമയം വേർതിരിക്കുന്നത്. വളരെ പരിമിതമായ സമയമാണ് നമുക്ക് മുന്നിലുള്ളത്. കോവിഡ്-19 എന്ന മഹാമാരിയിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച്, ധ്യാനിച്ച്, പ്രാർത്ഥിച്ച് ആത്മ അഭിഷേകത്തിൻ്റെ ആ ശക്തിയിലും ബലത്തിലുമായി മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രമിക്കാം. പരിശുദ്ധാത്മാ നിറവിൻ്റെ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് പെന്തിക്കോസ്തി ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ആ ഒരു ദിവസമായിട്ട് ഒതുങ്ങുന്നതല്ലല്ലോ. ജീവിതത്തിൽ മുഴുവനായി ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ജീവിതത്തിൻ്റെ നിത്യേനയുള്ള അനുഭവങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും നിറവും നമ്മൾ ദൈനംദിനമായിട്ട് അനുഭവിക്കേണ്ടതാണ് എന്ന് ദൈവമക്കൾ പ്രത്യേകം ഓർക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്ന പെന്തിക്കോസ്ത് പെരുന്നാൾ അവിടെ കൂടിയിരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ച മക്കളുടെ മേൽ ഇറങ്ങി വന്നു. വലിയ കാറ്റടിക്കുന്ന ശബ്ദത്തിൽ പിളർന്ന അഗ്നിനാവുള്ള രൂപത്തിൽ അവരിലേക്ക് വന്ന് സന്നിവേശിച്ചു. അവരാത്മാവിൽ നിറഞ്ഞു. വെറും പച്ച മനുഷ്യരെ ഭൗമികരെ അഭൗമികരായിട്ട് മാറി. വെറും മനുഷ്യരെ ദൈവീകമായ രഹസ്യങ്ങൾക്ക് സാക്ഷികളായിട്ട് മാറി. ഭൗതികമായ നിസ്സാര കാര്യങ്ങളിൽ മാത്രം അറിവുണ്ടായിരുന്ന, ലൗകികമായിട്ട് ഒന്നുമല്ലാതിരുന്ന മനുഷ്യർ അലൗകികമായ
ശാസ്ത്രീയമായ വിജ്ഞാനപ്രദമായ ആത്മാവിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങൾ സംബന്ധിക്കാൻ അതിൽ പങ്കാളികളാകുവാനായിട്ട് ദൈവം ഭയങ്കരമായ ദൈവിക ദാനത്തെ അവരുടെ മേൽ ചൊരിഞ്ഞു, പെയ്തിറങ്ങി. അവരെല്ലാം ആത്മാവിൽ നിറഞ്ഞു. അങ്ങനെ സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സഭയുടെ ദൗത്യം ആരംഭിച്ചു. ഈ ഭൂമിയിൽ മുഴുവൻ സുവിശേഷം പ്രചരിപ്പിച്ച് വെറും മനുഷ്യരെ, ജഡീക മനുഷ്യരെ, പ്രാകൃത മനുഷ്യരെ ദൈവമനുഷ്യരാക്കി മാറ്റാനുള്ള അഭൗമികമായ ശക്തിയും നൽവരങ്ങളാലും അങ്ങനെ സഭയുടെ ആ ദൗത്യ നിർവഹണത്തിനായി അപ്പോസ്തലന്മാരെ കൂടിയിരുന്നവരെ 120 പേരോളം വരുന്ന ആ വലിയ വിശ്വാസികളുടെ കൂട്ടം ആത്മപ്രാപ്തരായി നൽവരം സിദ്ധിച്ചവരായി തീർന്നു എന്ന് ആ സഭയുടെ ഉദ്ഘാടനമായി ആരംഭമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ പ്രദേശത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ വന്നിരുന്ന ആളുകൾ, ഏതാണ്ട് 15 ഭാഷക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ സാക്ഷികളായിട്ട് അവരുടെ എല്ലാം അതേ ഭാഷയിലേക്കാണ് അപ്പോസ്തലന്മാരുടെ അല്ലെങ്കിൽ പത്രോസിൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. ഒരു ദ്വിഭാഷ്യമില്ലാതെ 15 ഭാഷക്കാർക്ക് അവരുടെ ഭാഷയിൽ ഇത് വിഭാഗിച്ചു കൊടുത്ത ഒരു ദിവ്യാനുഭവം, ഒരു രഹസ്യം അവിടെയുണ്ട്. അവർക്കെല്ലാവരുടെ ഭാഷകളിൽ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതാണ് പരിശുദ്ധാത്മ അന്യഭാഷാ നൽവരം എന്ന് പറയുന്നത്. പത്രോസ് എഴുന്നേറ്റ് നിന്ന് അവരോട് വചനം പറഞ്ഞപ്പോൾ അത് കൂടി ഇരുന്നവർക്കെല്ലാം, കേട്ടവർക്കെല്ലാം മനസ്സിലായി, സുഗ്രാഹ്യമായി. അങ്ങനെ ആ 2ാം ബാബേലായി തീർന്ന ആ സെഹ്യോൻ മാളിക, അത് സഭയുടെ ഈ ഭൂമിയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളുടെ, സത്യാരാധനയുടെ, ആത്മനിറവിലെ ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുകയായിരുന്നു, ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. 1ാമത്തെ ബാബേലിൽ നമുക്കറിയാം ഭാഷയെ ഭിന്നിപ്പിച്ചു കളഞ്ഞു എന്നാണ്. ഒന്ന് പറയുന്നത് മറ്റൊരുത്തിന് മനസ്സിലാകാതെ, അന്യോന്യം ഗ്രഹിക്കാൻ കഴിയാതെ, അന്യോന്യം അവർക്ക് ഒന്നും മനസ്സിലാകാതെ അവരെല്ലാം ആ ബാബേലിൽ ഭാഷ അവരെ പിരിച്ചതുകൊണ്ട് അവരെല്ലാം പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഭിന്നിപ്പിൻ്റെ അനുഭവമാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം അന്നുണ്ടായിരുന്നത് അവരെല്ലാം അവിടുന്ന് പിരിഞ്ഞ് ഓരോ ദിക്കുകളിലേക്ക്, ഓരോ ദേശങ്ങളിലേക്ക് അവർ പോവുകയാണ് ചെയ്തത്. അതിന് കാരണം കൂടിയിരിക്കുവാനായിട്ട് ദൈവം അവരെക്കുറിച്ച് അവിടെ ഉദ്ദേശിച്ചില്ല. അവരെല്ലാം പിരിഞ്ഞു പോയി ഭൂമി കൈയടക്കി ഭൂമിയിൽ ഭൂവാസം നിറവേറ്റാനായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് അവരെ ഭിന്നിച്ച് പിരിഞ്ഞ് ഓരോ മേഖലകളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് പോയി, അവരവരുടെ പോയി. അങ്ങനെ ഭൂമി മൊത്തമായി മനുഷ്യൻ കുടിയിരിപ്പാൻ തക്കവണ്ണം ദൈവം അവരെ അയക്കുന്ന ഒരു പ്രത്യേകമായ ദൈവ ഉദ്ദേശവും കൂടി അതിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഈ 2ാം ബാബേലിൽ പരിശുദ്ധാത്മാവ് ഒന്നിപ്പിക്കുകയും ശക്തീകരിക്കുകയും ആ ഒന്നിപ്പിൻ്റെയും ശക്തീകരണത്തിൻ്റെയും കൂട്ടായ്മയുടെയും ബലത്തിൽ നിന്നുകൊണ്ട് ദൈവിക മർമ്മങ്ങൾ പ്രസ്താവിക്കുന്ന സ്വർഗീയന്മാരായ ആ ദിവ്യ അനുഭവമാണ് അവരിലേക്ക് ദൈവം പകർന്നു കൊടുക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ്, കർത്താവ് കൽപ്പിച്ചതുപോലെ ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോട് ഇരിക്കേണ്ടതിന് അയക്കും, എന്നേക്കും നിങ്ങളോട് ഇരിക്കേണ്ടതിന്. അവൻ സ്വർഗാരോഹണം ചെയ്ത് പോയ ശേഷം ഈ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ എപ്പോഴും നമ്മുടെ കൂടിയിരിക്കാനായിട്ട് കർത്താവ് താൻ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കായിട്ട് അയച്ചു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാണ്? വിശുദ്ധിയെ തികച്ച് മുന്നോട്ട് പോകാൻ, വിശ്വാസം തികച്ച് മുന്നോട്ടോടാൻ, ഓട്ടം തികയ്ക്കുവാനായി. വിശ്വാസം തികയ്ക്കുവാൻ, വിശുദ്ധി തികയ്ക്കുവാൻ, ഓട്ടം ഓടി തികയ്ക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നടത്തിപ്പും ഒരു ദൈവത്തിന് ആവശ്യമാണെന്ന് തമ്പുരാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് അവൻ നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ അത്ഭുതകരമായിട്ട് വഴി നടത്തുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ആ പരിശുദ്ധാത്മാവ് നമ്മെ അത്ഭുതകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധത്തിനും സഹവാസത്തിനും നിറവിനും നടത്തിപ്പിനും നാം സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാവും നമ്മുടെ കണ്ണും നമ്മുടെ ചെവിയും അവന് വേണ്ടി മാത്രം ജാഗരിച്ച് സമർപ്പിക്കേണ്ടതാണ്. കണ്ണ് തെറ്റുപറ്റാം, ചെവിയുടെ കേൾവിയിൽ, സംസാരത്തിൽ എല്ലാം പിശകുകളും പരിശുദ്ധാത്മാ വിരുദ്ധമായ പാവങ്ങൾ നമ്മിലേക്ക് കടന്നു വരാം, നമ്മളുണ്ടായേക്കാം. അവിടെ നാവും കണ്ണും കെട്ടി
ദൈവ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞു പോകുന്ന ഒരു വേർപാടിൻ്റെ വിശ്വാസ ജീവിതമാണ് ദൈവനാമത്തിൽ വിളിക്കപ്പെട്ട ഓരോ മക്കൾക്കുമായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അമാനുഷികമായ ഒരു ദൈവിക നടത്തിപ്പ്, ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ നമ്മിലേക്ക് ദൈവം പകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കൊല്ലുന്ന അക്ഷരത്തിൻ്റെ പ്രമാണമല്ല ഇത്, ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണമാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു എന്ന്. യഹൂദന്മാരുടെ 10 കൽപ്പനകളും 610 നിയമങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 10 കൽപ്പനകൾ. ഈ 10 കൽപ്പന നിർബന്ധമാണ്. അതേ സമയത്ത് അതിൻ്റെ പിന്നെ ചേർത്ത് വെച്ചുകൊണ്ട് 610 നിയമങ്ങളും അവർക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഇതിൽ 308 നിയമങ്ങൾ അവർക്ക് കൊടുത്തിരുന്നത് നിത്യേനയുള്ള ജീവിതത്തെ വേ ഓഫ് വാക്കിംഗ് ആത്മീയമായിട്ട് സൂക്ഷിക്കാനാണ്. 102 ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് സൂക്ഷിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ്. 302. അങ്ങനെ 610 നിയമങ്ങൾ ഓരോ യഹൂദനും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു പോകേണ്ടിയിരുന്നു. 10 കൽപ്പനകളും. ഇത് പലപ്പോഴും ലംഘിക്കപ്പെടുകയും തെറ്റിക്കപ്പെടുകയും അവർ പ്രമാണ ലംഘകരായി മാറുകയും അങ്ങനെ അവരുടെ ജീവിതത്തിൽ നാമധേയമായി മാത്രം ദൈവമക്കളെന്നുള്ള അവകാശത്തിൽ മാത്രം അവർ നിന്നു പോവുകയും ചെയ്തു എന്ന് യഹൂദ ചരിത്രത്തിൽ അനുഭവങ്ങളിലൂടെ നാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് യേശുവിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിക്കുന്നു പറയുന്നതായ ആ അപ്പോസ്തലിക വചനത്തിന് വലിയ ആഴമുണ്ട്. കേവലം നിയമങ്ങളും മാനുഷിക നിയമങ്ങളും ചട്ടവട്ടങ്ങളും ആചാരങ്ങളും അത്യാചാരങ്ങളും ഒന്നും ഒരു മനുഷ്യനെ ആത്മീയനാക്കി മാറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് വിശുദ്ധ ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി, നിറവ്, അവൻ്റെ മുമ്പിലുള്ളതായ നമ്മുടെ സമർപ്പണം, ദൈവേഷ്ടത്തെക്കുറിച്ചുള്ള ആരാഞ്ഞുകൊണ്ട് ജീവിപ്പാനുള്ള അവൻ്റെ അത്യധികമായ ആഗ്രഹം, അതിനെ മറ്റൊരു വാക്ക് പറയും പ്രയോരിറ്റി. ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ സ്ഥാനം പ്രയോരിറ്റി. പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ വഴി നടത്തണമേ, പരിശുദ്ധാത്മാവേ എന്നിൻ്റെ ഇഷ്ടം അറിയിക്കണമേ, ദൈവേഷ്ടപ്രകാരം നടത്തണമേ എന്നുള്ളതായ ഒരു വിശ്വാസിയുടെ അഗൈതവും ആഴമായ അവൻ്റെ പ്രാർത്ഥന മുഖാന്തരമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രത്യേകതയാണ്, ഒരു അനുഭവമാണ്. അതുകൊണ്ട് കുറേ നിയമ ചട്ടവട്ടങ്ങളിൽ കിടന്നുള്ള ഒരു ജീവിതാനുഭവമല്ല, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട്, പരിശുദ്ധാത്മ പ്രമാണത്തിന് വിധേയപ്പെട്ട്, ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് നാം മുമ്പോട്ട് പോകുമ്പോഴാണ് അത് ജീവിപ്പിക്കുന്ന ആത്മാവിൻ്റെ നിയമങ്ങളായി, അനുഭവങ്ങളായി നമുക്ക് സാധിക്കുന്നത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് ഈ ദിവസങ്ങളിൽ അവാജ്യമായ അഭൗമികമായ പരിശുദ്ധാത്മാവിൻ്റെ ടച്ചിങ്, അവൻ്റെ സ്പർശനം, അവൻ്റെ നിറവ്, അവൻ നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, നാം അവനോട് സംസാരിക്കുന്നത്, അവനിലൂടെ ദൈവ ഇഷ്ടമാരാഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരനുഭവം ഉണ്ടാക്കട്ടെ, അതിന് ദൈവം കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് അച്ഛൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ 7 പ്രവർത്തനങ്ങളാണ്. There are 7 functions of Holy Spirit. 7 പ്രത്യേകമായ ദൗത്യങ്ങൾ പരിശുദ്ധാത്മാവിന് ഒരു വിശ്വാസിൽ നിറവേറ്റാനായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ ഇവയെല്ലാം എന്നെ നിറവേറ്റി ഞാൻ നിനക്ക് ഇഷ്ടകരമായൊരു വ്യക്തിയായി രൂപാന്തരപ്പെടുവാൻ, ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 11:13 പറയുന്നു. അവൻ പരിശുദ്ധാത്മാവിനെ എത്രയധികമായി നമുക്ക് നൽകും. അപ്രകാരം ഇഷ്ടപ്പെട്ടിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ജ്ഞാനസ്നാനത്തിലൂടെ അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന നമ്മിലുള്ള ഈ പരിശുദ്ധാത്മാവിനെ കെടുക്കാതെ, ദുഃഖിപ്പിക്കാതെ ആത്മാവിനെ ധാരാളമായി അനുഭവിക്കുവാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 7 വിധത്തിലുള്ള പരിശുദ്ധാത്മ വ്യാപാരങ്ങളെയാണ് ഇവിടെ ഈ പ്രവർത്തനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൻ്റെ ഫങ്ഷൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിച്ചുകൊണ്ട് നമ്മെ ഒരു ദൈവ പൈതലാക്കി, സത്യവിശ്വാസിയാക്കി രൂപാന്തരപ്പെടുത്തി നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് നല്ല സാക്ഷ്യവും ക്രിസ്തീയ അനുഭവങ്ങളും നൽകിക്കൊണ്ട്
അവനാണ് ജയോത്സവമായിട്ട് നമ്മൾ വഴി നടത്തുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് നമ്മളിലുള്ളതായ വിശ്വാസത്തെ ഊട്ടി വളർത്തുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളർത്തുന്നതും നമുക്ക് തുടർച്ചയായി മാനസാന്തരത്തിൻ്റെ ഫലം തന്നുകൊണ്ടിരിക്കുന്നതും മാനസാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെ ആ ലക്ഷ്യമായ ക്രിസ്തുവിനെ നോക്കിയുള്ള സിയോൻ യാത്രയിൽ അതിൻ്റെ ഗൈഡൻസ്, അതിൻ്റെ ജീവൻ, അതിൻ്റെ നടത്തിപ്പ് പരിശുദ്ധാത്മാവാണ്. 7 രീതികളിൽ ഇവൻ നമ്മോട് കൂടെ ഇരുന്ന് വ്യാപരിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14:26 അവൻ സകലം ഉപദേശിച്ചു തരുന്നു. കർത്താവായ യേശു തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒന്നാമതായി അവൻ സകലവും നമ്മെ ഉപദേശിച്ചു തരുന്നു, പറഞ്ഞു തരുന്നു എന്നാണ്. ടു ടീച്ച് ആൻഡ് ടു റിമൈൻഡ്, പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ ഉള്ളിലിരുന്നുകൊണ്ട് തെറ്റായി ശരിയായി അത് നമ്മെ ഓർമ്മപ്പെടുത്തി സത്യവിശ്വാസത്തിൽ യേശുക്രിസ്തുവിനെ സാക്ഷിയാക്കി യേശുക്രിസ്തുവിനോട് കൂടി ജീവിക്കാനുള്ളതായ അവൻ്റെ ഉപദേശവും അവൻ്റെ നടത്തിപ്പും ആണ് പ്രധാന വിഷയം. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ദൈവകൃപയിൽ നമ്മൾ അന്വൽക്കരിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ജാഗരണം, നമ്മുടെ താല്പര്യം, പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിക്കണം, എന്നെ നീ പറഞ്ഞു തന്ന് നിൻ്റെ ഉപദേശിച്ച് നിൻ്റെ നല്ല വഴിയിൽ എന്നെ വഴി നടത്തണമേ എന്ന് പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥന ഉള്ളിലെപ്പോഴും ഉണ്ടായിരിക്കുവാനായിട്ട് ദൈവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമതേത് യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 14:16 ടു ബി വിത്ത് അസ്, നമ്മോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. സകലവും അവൻ പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും നമ്മോട് കൂടെ ഇരിക്കുകയും ചെയ്യും. കൂടെ ഇരിക്കാനും കൂട്ടിനിരിക്കാൻ അതവൻ്റെ അവൻ്റെ പ്രവർത്തനമാണ്. ആത്മാവ് നമ്മൾ വിട്ടുപോയാൽ, ആത്മാവ് നമ്മളിൽ നിന്ന് നമ്മൾ കഠിനമായ പാവചിന്തകളിലോ അനുഭവത്തിൽപ്പെട്ടാൽ പരിശുദ്ധാത്മാവ് നമ്മൾ ദുഃഖിച്ച് ഒന്നും ചെയ്യാത്തവനെ പോലെ മൗനിയായി പോകും. അത് അത്യന്തം ഭയങ്കരമായിട്ടുള്ളൊരു ജീവിതമാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ജീവിതത്തെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ബന്ധത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാനായി നമ്മൾ സൂക്ഷ്മതയോടെ കരുതേണ്ടതാണ്. ടു ബി വിത്ത് അസ്, അവൻ നമ്മളോട് കൂടെ ഇരിക്കാൻ നമ്മൾ ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തേത് അവനെ സാക്ഷിക്കുവാൻ, ഒരു വിറ്റ്നസ് ജീസസ്. യേശുവിനെ സാക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ വേണം. അതാണ് യേശുവിനെ സാക്ഷിക്കാൻ, യേശുവിനെ കർത്താവെന്ന് തിരിച്ചറിയാൻ, കർത്താവെന്ന് വിശ്വസിക്കാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം. കന്യമറിയത്തിലൂടെ വചനം ജഡമായി തീർന്നു എന്ന്, ആ പ്രസവിച്ച് ബെത്ലഹേമിൽ കാണപ്പെടുന്ന ശിശു ദൈവപുത്രനായ യേശുവാണെന്ന് കാണാൻ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ആ ദൈവപുത്രനായ യേശുവിനെ നമുക്ക് തിരിച്ചറിയുവാനായി തീർച്ചയായും ആ തിരിച്ചറിവോടെ അവനെ സാക്ഷിക്കുവാൻ, സാക്ഷി ജീവിതത്തിലായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കണം, നമ്മിൽ ഭരിക്കണം, നമ്മൾ വഴി നടത്തണം. നാലാമത്തേത് അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് വചനത്തിലൂടെ യേശു തമ്പുരാൻ തന്നെ കൽപ്പിച്ച് അരുളി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹി വിൽ കൺവിക്ട് ദ വേർഡ് കൺസേണിങ് സിൻ ആൻഡ് റൈറ്റ്യസ്നെസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. ദൈവത്തിന് സ്തോത്രം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് സഭയിൽ, പരിശുദ്ധാത്മാവ് വിശ്വാസിയിൽ പരിവർത്തനം ചെയ്ത് പഠിപ്പിച്ച് അവൻ അതിലേക്ക് നമ്മെ ബോധ്യങ്ങൾ തന്ന് ആ അനുഭവത്തിൽ നമ്മെ സുസ്ഥിരരാക്കി നടത്തുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അഞ്ചാമത്തേത് അവൻ സത്യത്തിൽ നമ്മെ വഴി നടത്തും. അതാണ് ഹി വിൽ ഗൈഡ് യു ഇൻ ദ പാത്ത് ഓഫ് ട്രൂത്ത്. സത്യത്തിൻ്റെ വഴിയിൽ, സത്യമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ യേശുവിൽ നമ്മെ വഴി നടത്തുന്നത്, സത്യത്തിൽ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. ആറാമതായി വരുവാനുള്ള കാര്യങ്ങളെ അവൻ അറിയിച്ചു തരും. യോഹന്നാന്റെ സുവിശേഷം 16-ന്റെ 13-ാമത്തെ എഴുതിയിരിക്കുന്നത്. ടു നോ പേഴ്സണലി ആൻഡ് ടു നോ അതേഴ്സ്. നമ്മോട് വ്യക്തിപരമായിട്ട് അറിയിച്ചു തരും, മറ്റുള്ളവരെയും അത് അറിയിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കും എന്നാണ്. എന്താണ് വരാനുള്ള സംഗതികളെക്കുറിച്ചും അതാണ് അവൻ. ഹി വിൽ ടെൽ യു വാട്ട് ഈസ്
നെക്സ്റ്റ് കമ്മിങ്. അടുത്ത് എന്താണ് വരാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാണ്. വരുവാനുള്ള ശക്തികളെ അറിയിക്കുന്ന ഒരു ദിവ്യ അനുഭവം പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുള്ളതായ ആത്മീയ ജീവിതത്തിൽ നയിക്കുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അത് ഉദ്ദീപിപ്പിക്കുകയും അതവരോട് സംസാരിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ പിതാക്കന്മാരുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ ആ പിതാക്കന്മാർക്ക് ദൈവത്തിൻ്റെ വെളിപാടുകളുണ്ടായി, ദർശനമുണ്ടായി, അവരുടെ ആത്മവരങ്ങൾ ഉദ്ദീപിക്കപ്പെട്ടിരുന്നു. അവരുടെ നാവിൽ നിന്ന് ആ വചനങ്ങൾ വന്നുകൊണ്ടിരുന്നു. അതെല്ലാം പരിശുദ്ധന്മാവ് ചെയ്യുന്ന വ്യാപാരമാണ്. അതിലൊരു ഭാഗം ഒരല്പം കർത്താവേ, പരിശുദ്ധന്മാവേ, ഞങ്ങൾക്കും തരണമേ, ഞങ്ങളെയും ഉദ്ദീപനത്തോടെ ദൈവീക മർമ്മങ്ങളെ പറയാൻ തക്കവണ്ണമായി അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏഴാമത്, പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളാൽ നമ്മൾ നടത്തുന്നു. കൃപാവരങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അവൻ സകല ഉപദേശിച്ചു തരുന്നവനാണ്, അവൻ നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്, അവനെ സാക്ഷിക്കുവാൻ അവൻ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നു. പിന്നെ അവൻ സകല സത്യത്തിലും വഴി നടത്തുന്നു. വരുവാനുള്ള കാര്യങ്ങളെ അവൻ നമ്മെ അറിയിച്ചു തരുന്നു. പിന്നെ അവൻ കൃപാവരങ്ങൾ നമ്മിലേക്ക് പകരുന്നു. 1 കൊരിന്ത്യർ ലേഖനം നമ്മൾ വീട്ടിൽ ചെന്ന് നിങ്ങൾ കയ്യിൽ വേദപുസ്തകം തുറന്ന് വായിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വചനങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളെക്കുറിച്ച് കാണാം. ഗലാത്യ ലേഖനം 5:22 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചും കാണാം. പരിശുദ്ധാത്മാവിൻ്റെ വരം, ഇത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാണ്. 9 കൂട്ടം പ്രത്യേകമായി നൽവരങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓരോ വിശ്വാസിയിലും പരിശുദ്ധാത്മാവെന്ന ദാനത്തെ ദൈവം പകരുമ്പോൾ ആ പരിശുദ്ധ വ്യാപാരം വിവിധങ്ങളായ രീതിയിൽ, വിവിധ നിലകളിൽ, വിവിധ രീതിയിൽ ഈ അനുഗ്രഹങ്ങൾ, ഈ നൽവരങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നു. സ്നേഹിക്കാൻ, ശുശ്രൂഷിക്കാൻ, സഹായിക്കാൻ, കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ, അങ്ങനെ എല്ലാ നന്മയുടെയും വിവിധങ്ങളായ വശങ്ങളിലൂടെ ഈ സമൂഹത്തിൽ, സഭയിൽ നല്ല സാക്ഷ്യത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം വിവിധങ്ങളായ നൽവരങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പരിശുദ്ധാത്മാവിനെ കെടുക്കാതെ, ദുഃഖിപ്പിക്കാതെ നമ്മുടെ കൊച്ചു ജീവിതങ്ങളെ സൂക്ഷിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. പരിശുദ്ധ സഭയുടെ ആരാധനകളിൽ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ പ്രകൃതിയോട് ബന്ധപ്പെടുത്തിയാണ് അതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രകൃതിയോട് ബന്ധപ്പെട്ട് നമ്മൾ ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ദൈവാലയത്തിൽ കാണുന്ന എല്ലാം പ്രകൃതിയോട് ചേർത്ത് വെച്ചാണ്. പള്ളിയിൽ ആരാധിക്കുമ്പോൾ വിളക്കിലെ എണ്ണ പ്രകൃതിയിൽ നിന്ന് ലഭിച്ചത് എണ്ണ. അങ്ങനെ ചെന്നാൽ മധുവായിലേക്ക് കയറിയാൽ പിന്നെ ഒരു ത്രോണോസിലെ വിരിക്കൂട്ടങ്ങളിലെല്ലാം കാണുന്ന സൂചനകൾ പഠിപ്പിക്കുന്നത് പ്രകൃതിയുടേതായ പാഠങ്ങളിലേക്ക്, ചിന്തകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ധൂപക്കുറ്റി, ആ ധൂപം നമ്മൾ ശ്വസിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്. അവിടെ അപ്പം, ലഹമോ, ഗോതമ്പിൽ നിന്ന്, വീഞ്ഞ്, കൃഷിക്കാരൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന ആ മുന്തിരി ചാറിൽ നിന്ന്. അങ്ങനെ നമ്മുടെ സത്യ ആരാധന, വിശുദ്ധ കുർബാന, അതുപോലെ എല്ലാ ശുശ്രൂഷകളും പ്രകൃതിയോട് രമ്യപ്പെടുത്തി, പൊരുത്തപ്പെടുത്തി, ചേർത്തെടുത്തുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ ക്രമീകരിച്ചത്. നമ്മുടെ പിതാക്കന്മാർ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ നിറവോടെ, പരിശുദ്ധാത്മ പരിജ്ഞാനത്തോടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ആ ഉത്തേജനത്തോടെ, ശക്തിയോടെ, വിവേകത്തോടെ നമുക്ക് ക്രമീകരിച്ചു തന്നിട്ടുള്ളതാണ് നമ്മുടെ എല്ലാ കൗദാശിക ശുശ്രൂഷകളും പ്രാർത്ഥനകളും. സത്യവേദ പുസ്തകത്തിൻ്റെ വചനം, അതിൻ്റെ മർമ്മങ്ങൾ അവർ ഗ്രഹിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് ഓരോ പ്രാർത്ഥനകളിലും അത് തുന്നി ചേർത്തിരിക്കുകയാണ്. അതാണ് നമ്മുടെ ആരാധന, നമ്മുടെ ശുശ്രൂഷകൾ സജീവമാകുന്നതും ശക്തിയാകുന്നതും. കാരണം അതിൽ മനുഷ്യൻ്റെ വാക്കുകളില്ല, വചനമാണ്. സത്യവേദപുസ്തകത്തിൻ്റെ ജീവിപ്പിക്കുന്ന വചനങ്ങളാണ് തുന്നിച്ചേർത്തതുപോലെ ചേർത്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. പോട്ടെ, ആ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. അങ്ങനെ പ്രകൃതിയോട് ചേർത്ത് വെച്ച് കൃഷിക്കാരൻ കൃഷി ചെയ്തെടുക്കുന്ന ഗോതമ്പ് പൊടിച്ചെടുത്ത് ആ പൊടിയിൽ നിന്ന് മാവെടുത്ത്
കൃഷിക്കാരൻ കൃഷി ചെയ്ത മുന്തിരിച്ചാറിൽ നിന്ന് ആ വീഞ്ഞെടുത്ത് ദൈവസന്നിധിയിൽ അത് സമർപ്പിച്ച് ദൈവത്തോട് അനുതാപത്തോടും സമർപ്പണത്തോടും പ്രാർത്ഥിക്കുകയാണ്. കാരണം അതുകൊണ്ടൊന്നുമായിട്ടില്ല. അതിൻ്റെ പ്രധാന കാർമ്മികൻ ഹോളി സ്പിരിറ്റ് ഇറങ്ങി വരണം. ഹോളി സ്പിരിറ്റ് വ്യാപരിച്ചെങ്കിൽ ഇതൊക്കെ സജീവമാകുകയുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകൾ സജീവമാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. നമ്മുടെ ശുശ്രൂഷകൾ, പ്രസംഗങ്ങൾ, എല്ലാ ശുശ്രൂഷകളും സജീവമാകാൻ, ജീവനുണ്ടാകുവാൻ, അത് പ്രവർത്തിക്കുവാൻ, പ്രവർത്തനം ചെയ്യുവാൻ, ക്രിയ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. പക്ഷെ അനേകരും പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിന് വേണ്ടി ഒരു ജാഗരണമോ താല്പര്യമോ പ്രാർത്ഥനയോ ഇല്ലാതെ പോകുന്നു, കുറഞ്ഞു പോകുന്നു. അതാണ് നമ്മുടെ പരാജയം. കുന്നക്കുരുടി പള്ളിയുടെ ഉദാശയ്ക്ക് വേണ്ടി, കുന്നക്കുരുടി വലിയ പള്ളിയുടെ ഉദാശയ്ക്ക് വേണ്ടി ദശാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മുടെ പെരുമൽ ബാവയുടെ കാലത്ത് ആ കൂദാശയ്ക്ക് വേണ്ടി 3 ത്രോണോസിൽ 3 പിതാക്കന്മാർ കാഴ്ച അണക്കി വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തൂയോബോ നിർവഹിക്കുകയാണ്. ഈ തൂയോബോ ശുശ്രൂഷയിൽ പരിമല ഭാവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വ്യാപരിക്കുന്ന അദ്ദേഹത്തിന് മനസ്സിലാകണം. പരിശുദ്ധാത്മാവിൻ്റെ ടച്ചിങ് അദ്ദേഹത്തിന് മനസ്സിലാകണം. വ്യാപാരം മറ്റു പിതാക്കന്മാർ തൂയോബോ കഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. പക്ഷേ പരിമല ഭാവിയുടെ ആ തൂയോബോ തീരുന്നില്ല. അതിൽ സീനിയർ മെത്രാപ്പോലീത്ത തിരുമേനി ചെന്ന് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിതാവേ, പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലല്ലോ എന്ന്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അദ്ദേഹത്തിന് അറിയാം, ഇതുവരെയും പരിശുദ്ധാത്മാവ് ഇറങ്ങിയിട്ടില്ലല്ലോ ഈ കാഴ്ചയർപ്പണത്തിൽ. അത് തിരിച്ചറിയാനുള്ള പരിശുദ്ധാത്മാവിന് നൽവരമുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ പരിശുദ്ധാത്മാവ് വ്യാപരിക്കും തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ കൊച്ചു ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നടത്തിപ്പും തിരിച്ചറിയാൻ, വിവേചിച്ചറിയാൻ നമുക്ക് സാധിക്കുക. അത് കിട്ടുന്നവരെയും നടത്തിപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ പാഠങ്ങളാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ചിലപ്പോഴേ നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, എനിക്കൊരു കാലത്ത് ജീപ്പുണ്ടായിരുന്നു. ജീപ്പ് ഓടിക്കുന്നത് വലിയ ത്രില്ലായിരുന്നു. ഞാൻ ജീപ്പ് ഓടിച്ചുകൊണ്ട് കേരളത്തിൽ ഒത്തിരി സ്ഥലങ്ങളിലൂടെ പോയിട്ടുണ്ട്. ഈ ജീപ്പ് ഓടിച്ചുകൊണ്ട് ദീർഘദൂരത്തിൽ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വണ്ടി കൈ കാണിക്കുന്ന, അല്ലെങ്കിൽ നിർത്തുമ്പോൾ ഓടി ഒന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവർ ചോദിക്കും, ഗ്രീസ് ഇടട്ടെ, തിരിച്ചിട്ട് ഗ്രീസ് ഇടട്ടെ. ഇടയ്ക്ക് ഗ്രീസ് ഇട്ട് കൊടുക്കണം. നമ്മുടെ കാറ് അതുപോലുള്ളതായ ചെറിയ വാഹനങ്ങൾക്കൊന്നും ആവശ്യമില്ല, അധികം ആവശ്യമില്ല. എന്നാൽ ഹെവി വെഹിക്കിൾസ്, ഒത്തിരി ഭാരത്തോടെ ഓടുന്ന വാഹനങ്ങളിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം ഗ്രീസ് ഇട്ട് കൊടുക്കണം. ഗ്രീസ് കൊടുത്തില്ലെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടാകും. ഫ്രിക്ഷൻ ശബ്ദം ആകും, ശബ്ദം ഒത്തിരി ഉണ്ടാകും. ഫ്രിക്ഷനിൽ നിന്ന് തീപ്പൊരി ഉണ്ടാകും, തീപ്പൊരിയിൽ നിന്ന് തീ ഉണ്ടാകും. അത് വാഹനത്തിൻ്റെ എഞ്ചിന്, വാഹനത്തിൻ്റെ പ്രവർത്തനത്തിന് വലിയ അപകടമാണ്. ഫെർട്ട് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പദത്തിൽ നിന്ന് ഫ്രിക്ഷൻ ഉണ്ടാകും. ആ ഫ്രിക്ഷൻ എന്നുള്ള വാക്കിന് ഉരസലെന്നാണ്, കർഷണം. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ആത്മീയ കൂട്ടായ്മകളിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ കർഷണങ്ങൾ, ഉരസലുകൾ, ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് ഈ ഗ്രീസിൻ്റെ കുറവാണ്, അല്ലെങ്കിൽ ഒരു എണ്ണയുടെ കുറവാണ്. ഏതാണ് ഈ എണ്ണ, ഏതാണ് ഗ്രീസ്? ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വരുന്നിടത്ത് കൃപാവ്യാപാരങ്ങളുണ്ടാകും, ഫ്രിക്ഷൻ ഒഴുകിപ്പോകും, സ്നേഹം നിറയും. ഒരു വ്യക്തി അംഗീകരിക്കും. ബലഹീനതയോടെ, കുറവുകളോടെ അംഗീകരിക്കുക എന്നുള്ളതാണ് അതിന് പ്രത്യേകത. നമ്മൊരാളെ മാലാഖീയമായി പൂർണ്ണനായിട്ട് സ്വീകരിക്കാൻ സാധ്യമല്ല. എല്ലാവരിലുള്ള ബലഹീനതകളുണ്ട്, എല്ലാവരിലുള്ള കുറവുകളുണ്ട്. ആ കുറവുകളോടും ബലഹീനതയോടും കൂടെ അവനെ സ്നേഹിക്കാനും അംഗീകരിക്കാനും തുടങ്ങുമ്പോഴാണ് നാം ക്രിസ്ത്യാനികളാകുന്നത്. ഫ്രിക്ഷൻ മാറിപ്പോകുന്നത്, ആത്മാവിൻ്റെ ശുശ്രൂഷയായിത്തീരുന്നത്. പലരുടെയും ഉള്ളിൽ വച്ച് പുലർത്തുന്നത് ഞാനെന്നുള്ള ഭാവമാണ്. ഞാനാണോ വലുത്, നീയാണോ വലുത്? ചെറിയ കാര്യത്തിൽ ഇടപെട്ടാലും വലിയ കാര്യത്തിൽ ഇടപെട്ടാലും പ്രത്യേകിച്ച്
ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുന്നവർ അവരുടെ ഉള്ളിലെ ഒരു വ്യാപാരം വരും, ഞാനാണോ വരും നീയാണോ വരും. അവിടെ കൃപ നഷ്ടപ്പെടും, അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകും. തീ ഉണ്ടാകുന്നു, അപകടം ഉണ്ടാകുന്നു പിന്നീടുള്ളതായ സംഭവങ്ങളാണ്. തീ ഉണ്ടാകാൻ അപകടം ഉണ്ടാകാൻ അധികം കാര്യമൊന്നും വേണ്ട. പ്രിയപ്പെട്ടവരെ, ഈ ഫ്രിക്ഷൻ ഒഴിവാകുന്നത് ഹോളി സ്പിരിറ്റ് വരുമ്പോഴാണ്, ദൈവസ്നേഹം വരുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഫ്രിക്ഷൻ ഒഴിവാകാൻ, ജീവിതം സ്മൂത്താകാൻ, ജീവിതം ആനന്ദകരമാകാൻ, ജീവിതം സന്തോഷമയമാകാൻ നോക്കൂ. ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ, പരമ്പരവാവ് കാത്തിരുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ കാത്തിരുന്ന പോലെ ആത്മാവ് ഇതുവരെയും വന്നിട്ടില്ലല്ലോ തിരുമേനി എന്ന് പറഞ്ഞ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ആ പുണ്യവാന്റെ ജീവിതം അന്നും ഇന്നും നമുക്ക് വലിയ വിസ്മയമാണ്, നമുക്ക് വലിയ അനുഗ്രഹമാണ്. നമ്മൾ നോക്കി കണ്ട് പഠിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞു വരട്ടെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിനെക്കുറിച്ചും ആലോചനയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞ് കടന്നു വന്നത്. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ അച്ഛൻ പറയട്ടെ. അത് കഴിയുമെങ്കിൽ അടയാളപ്പെടുത്തുകയും എടുത്ത് വായിക്കുകയും ചെയ്യുന്നത് അനുഗ്രഹമാണ്. 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നിങ്ങളെടുത്ത് നോക്കണം, ഇപ്പോഴല്ല പിന്നീട്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വചനം, റോമാലേഖനം 12-ന്റെ 6 മുതൽ 8 ഉള്ള വചനം നിങ്ങൾ പരിശോധിച്ച് നോക്കണം. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നിങ്ങൾ ചേർത്ത് വെച്ച് വായിക്കണം. ഈ 2-3 വചനങ്ങൾ, ഈ 4 വേദഭാഗങ്ങൾ അച്ഛൻ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ നിങ്ങളുള്ളതെല്ലാം പറയാനായിട്ട് സാധ്യമല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ നമ്മുടെ സമയം മുമ്പോട്ട് പോകും. അതുകൊണ്ട് അച്ഛൻ അത് വിടുകയാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 6-ാം വചനം എന്താണ് പറയുന്നത്? ആകിയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവൻ എങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവൻ എങ്കിൽ പ്രബോധനത്തിൽ, അതുപോലെ ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. അവരവർക്ക് ലഭിച്ചിട്ടുള്ളതായ കൃപയ്ക്കും നൽവരത്തിനും തക്കവണ്ണമായി അപ്രകാരം ചെയ്യട്ടെ എന്ന്. 1 പത്രോസിൻ്റെ ലേഖനം 4-ന്റെ 10-ാം വാക്യം കൂടെ ഞാൻ ഒന്ന് വായിക്കട്ടെ. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരന്മാരായി അതിനെക്കൊണ്ട് അന്വേന ശുശ്രൂഷിക്കുവാൻ. കേട്ടോ, മനസ്സ് ശരീരം കോൾമേറെ കൊള്ളിക്കുന്നൊരു വചനമാണ്. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ, എല്ലാവർക്കും വരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, എല്ലാവർക്കും വരം ലഭിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വാക്യത്തിൽ 9 വിവിധങ്ങളായ നല്ല വരങ്ങളെക്കുറിച്ച് പറയുന്നു. പിന്നെയും വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ വരം ലഭിച്ചിട്ടുണ്ട്. ആ ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്വേഷിച്ച് ശുശ്രൂഷിപ്പീൻ. കിട്ടിയ നൽവരത്തെ കൊണ്ട് പരിശുദ്ധ സഭയിൽ സമൂഹത്തിൽ നല്ല ശുശ്രൂഷകൾ നിറവേറ്റുവീൻ എന്ന അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. എഫേസ്യർ 4:11 ഓരോരുത്തരും ലഭിക്കുന്ന കൃപാവരങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിസ്താര ഭയം കൊണ്ട് ഞാൻ ആ ഭാഗം വിടട്ടെ. അവരുടെ പരിശുദ്ധാത്മാവിന് വിവിധങ്ങളായ നൽവരങ്ങൾ സ്വീകരിക്കാനും അതിനെ ഉദ്ദീപിക്കാനും ഉജ്ജ്വലിപ്പിക്കുവാനും അതുകൊണ്ട് വ്യാപാരങ്ങൾ ചെയ്യുവാനും അത് ആത്മാക്കൾ പ്രയോജനകരമായി നമ്മൾ ചെലവഴിക്കുവാനും അങ്ങനെ പരിശുദ്ധ സഭയിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് വ്യാപരിച്ച് പ്രവർത്തിക്കുവാൻ ഓരോരുത്തരും പ്രകാശമുള്ള നക്ഷത്രങ്ങളെപ്പോലെ ആയിത്തീരുവാനായി ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. ആദ്യം പറഞ്ഞ വചനം പോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 11:13 വായിക്കുന്ന പോലെ നമുക്ക് പരിശുദ്ധാത്മാവിനെ അവനെ അത്രയധികമായി നൽകും. പരിശുദ്ധാത്മാവിനെ എത്രയോ അധികമായി നൽകുവാൻ ഇഷ്ടപ്പെടുന്ന പിതാവാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഈ ലോകത്ത് ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന എന്തെല്ലാമാണ്? കൊറോണ വൈറസ്, ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ്, യെല്ലോ ഫംഗസ്, പിന്നെ എന്തെല്ലാമാണ്? എലിപ്പനി, അതുപോലെ പോകുന്ന ഡെങ്കിപ്പനി, അതുപോലുള്ള അനേകം വൈറസുകളുടെയും ബാക്ടീരിയകളുടെയും ശരീരത്തിനും ജീവിതത്തിനും ആവശ്യമില്ലാതെ അപകടകരങ്ങളായി തീരുന്ന അനേകം രോഗാണുക്കളുടെ മധ്യത്തിൽ, അപകടങ്ങളുടെ മുമ്പിൽ, പരിശോധനകളുടെയും പീഡനങ്ങളുടെയും മുമ്പിൽ
ഈ കൊച്ചു ജീവിതം കിട്ടുപോകാതെ വീണു പോകാതെ നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ ക്രൂശിനെ നോക്കി ക്രൂശിൻ്റെ സാക്ഷികളായി പരിശുദ്ധാത്മാവിൻ്റെ നിറവോടും ആലോചനയും കൂടെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തോടും ശക്തിയോടും പോകാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതാണ് ക്രിസ്തീയ ജീവിതം. മനസ്സിലാരോടും ഈർഷ്യ തോന്നരുത്, വൈരാഗ്യം തോന്നരുത്, അഹംഭാവം തോന്നരുത്, അഹങ്കാരം തോന്നരുത്. എല്ലാം അറിയുന്നൊരു തമ്പുരാനുണ്ട്. അതുകൊണ്ട് അവൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, ഈ നാളുകളിൽ എൻ്റെ ദൈവമേ, പാവാണുക്കളിൽ നിന്ന്, രോഗാണുക്കളിൽ നിന്ന്, കഠിനമായ പരിശോധനകളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, വ്യാധികളിൽ നിന്ന്, ദുഷ്ടമനുഷ്യരിൽ നിന്ന്, ദുഷ്ടജീവികളിൽ നിന്ന് നിൻ്റെ ആരാധകരും നിൻ്റെ വാത്സല്യമുള്ള മക്കളുമായി ഞങ്ങളെല്ലാവരെയും ആ കാൽവറി ക്രൂശിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന രക്തം തളിച്ച് ആ കാൽവറി ക്രൂശിലെ പരമയാഗത്തിൻ്റെ ശക്തിയാലും യോഗ്യതയാലും നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ശക്തിയിലും ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തി ഈ സിയോൻ സഞ്ചാരിയായ എന്നെ, ഞങ്ങളെ ഈ യാത്രയിൽ നീ അനുഗ്രഹിച്ചു കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാന, വിശുദ്ധ ആരാധന, പ്രാർത്ഥന, വേദവായന, ധ്യാനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിത്യമായ വഴിയാഹാരമായി തീർന്ന് ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ നീ ഞങ്ങളോട് കൂടിയിരിക്കണമേ. നമ്മുടെ കർത്താവും ദൈവമായ മിശിഹാ തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് ഒരു നിമിഷം സമർപ്പിക്കാം. സ്വർഗം എൻ്റെ ഇരിപ്പിടവും ഭൂമി ഇപ്പം എൻ്റെ പാദപീഠവും എന്ന് കൽപ്പിച്ച കർത്താവിൻ്റെ തൃപ്പാദങ്ങളെ, ആ ആണിപ്പാടുള്ള തൃപ്പാദങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അവന് മുമ്പിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ്റെ തിരുവിലാവിലേക്ക് നമുക്ക് നോക്കാം, ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നോക്കാം. അനേകർക്ക് അർപ്പിച്ച് തുപ്പി അടിക്കപ്പെട്ട ആ മുഖം ഇന്ന് ശോഭയോടെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ശോഭയേറി മുഖമായി നമുക്ക് കാണാം. തോമസ് ലീഹ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പശുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിതാക്കന്മാരെ ഓർക്കുന്നു, ശ്രേഷ്ഠഭാവിയെ സമർപ്പിക്കുന്നു. വിവിധ ഗവൺമെൻറ്റുകളിലായി കർത്താവെ സന്യസ്ത ജീവിതത്തിലൂടെ തന്നെ പ്രസാദിപ്പിച്ചതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ സമർപ്പിക്കുന്നു. കോവിഡിൻ്റെ മഹാമാരിയുടെ ദുരന്തത്തിൽപ്പെട്ട് രോഗികളായി കഴിയുന്ന, പ്രയാസത്തോടെ കഴിയുന്ന രോഗികളെ തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അറിയുന്നില്ലല്ലോ, നീ അറിയുന്നുണ്ടല്ലോ. ചിലരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവേ, നീ അറിയുന്നു, നീ സർവജ്ഞനാണ്. അവർക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സിസ്റ്റേഴ്സിൽ ചില രോഗികളായിട്ടുണ്ട്, ആസ്പത്രിയിലുണ്ട്. കർത്താവെ, കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സിസ്റ്റേഴ്സിനെ തൊട്ട് ശുദ്ധീകരിച്ച് ശക്തീകരിക്കണം. കോവിഡ് രോഗികളായി വിവിധ ദേശങ്ങളുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. കോവിഡ് രോഗികളായി തീർന്നിട്ടുള്ള പല വൈദികരുമുണ്ട്. സുവിശേഷകന്മാരായി ചില രോഗികളായി തീർന്ന് ആശുപത്രിയിലുണ്ട്, ചികിത്സയിലുണ്ട്. കർത്താവെ, അവരാക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ ഭീതിയോടെ കഴിയുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് കൽപ്പിച്ചുകൊണ്ട് നിൻ്റെ വചനവുമായി അവർ സമാധാനപ്പെടുത്തി, ദൈവമേ, രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ കൊടുക്കുവാൻ കഴിയുന്ന മഹാവൈദ്യൻ നീ തൊട്ട് സൗഖ്യമാക്കണമേ. അവൻ്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾ സൗഖ്യമെന്നുള്ള വചനം ഞങ്ങൾ ഓർക്കുന്നു. നിൻ്റെ ക്രൂശിൽ നിന്നൊഴുകുന്ന രക്തമായി സോപ്പ തെളിയിച്ച് കോവിഡിൻ്റെ മഹാമാരിയുടെ ഭീതിയിൽ നിന്ന് സമൂഹത്തെ, ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളെ പ്രിയപ്പെട്ടവരെ കർത്താവേ, ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഓർക്കുവാനായിട്ട് ആവശ്യപ്പെട്ടുള്ള വ്യക്തികളെ ഞങ്ങൾ ഓർക്കുന്നു. ധ്യാന കേന്ദ്രത്തിൽ ഒത്തിരി പേരവരുടെ പേരുകൾ തന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓരോന്നും എടുത്ത് പറഞ്ഞ് കർത്താവേ, ഓരോരുത്തരെയും ഓർത്തോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. നിൻ്റെ തിരുസാന്നിധ്യം ധരണമേ, നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന നിൻ്റെ കരങ്ങളിൽ പ്രത്യാശയോട് ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മേ, മാതാവേ, പ്രാർത്ഥിക്കണമേ. വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ വിഷയങ്ങളുമായി നമ്മെ സമീപിച്ചിരിക്കുന്ന ഓരോരുത്തരെയും നമ്മുടെ അറിവിലും പരിചയത്തിലുമുള്ളവ എല്ലാവരെയും സമർപ്പിക്കാം. COVID-19 രോഗത്തിനടിമപ്പെട്ടവരും ആരോഗ്യ പ്രവർത്തകർക്കും വേണ്ടി ഈ രോഗം മൂലം ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയവരെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകാൽ
കുരിയച്ചൻ കോവിഡ് ആൻഡ് ന്യൂമോണിയ ബാധിച്ച് വളരെ പ്രയാസപ്പെടുന്നു. സിബി, ശോശാമ, ഓക്സിജൻ ലെവൽ കുറയുന്നു. അതുപോലെയുള്ളതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവരെയും നമുക്ക് ഈ സമയത്ത് സമർപ്പിക്കാം. ലോകത്ത് നിന്ന് തന്നെ ഈ മഹാമാരി തുടച്ചു നീക്കപ്പെടുവാൻ നമുക്ക് ഒന്നായിട്ട് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിനക്ക് മാത്രമേ കഴിയുള്ളൂ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്ന കർത്താവേ, തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം ദുഃഖിച്ചും വേദനിച്ചിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ദൈവമേ, അനേക കുടുംബങ്ങളിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ മാത്രമായിരിക്കുന്നു. ദൈവമേ, അവരുടെ സംരക്ഷണം കർത്താവേ നിൻ്റെ കയ്യിലാണ്. അതിനുള്ള സാഹചര്യങ്ങളും മാർഗങ്ങളും അവിടുന്ന് തെളിയിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ ആശുപത്രികൾ കർത്താവെ സ്ഥലമില്ലാത്തവണ്ണം രാജ്യത്തും നാട്ടിലും ലോകത്തിലും കർത്താവെ രോഗികളാൽ നിറയപ്പെടുമ്പോൾ വെന്റിലേറ്റർ സൗകര്യമില്ലാതെ അനേകർ കഷ്ടപ്പെടുന്നു. ബന്ധുക്കൾ നെട്ടോട്ടം ഓടുന്നു. ദൈവമേ, സകലതും നീ അറിയുന്നുവല്ലോ കർത്താവെ, നീ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സമയത്ത് കർത്താവെ ഞങ്ങളുടെ മേൽക്കുട്ടി ചേച്ചിയും പ്രത്യേകമായിട്ട് തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, നിൻ്റെ മകളെ നിനക്കറിയാമല്ലോ. വാർദ്ധക്യമുണ്ട്, പല രോഗങ്ങളുണ്ട്. ദൈവമേ, സകലതും നീ അറിയുന്ന കർത്താവെ, നീ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ വണ്ണം നിൻ്റെ മകളോട് നീ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നീ മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൗഖ്യവും ആശ്വാസവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നീ കരുണയായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ചെയ്യുന്ന ചികിത്സകൾ ഫലിക്കപ്പെടുവാൻ കർത്താവെ, നീ മുറികെട്ടുന്നവനും കർത്താവെ ആവുന്നു. നീ മുറിപ്പെടുത്തുന്നവനും മുറികെട്ടുന്നവനാവുന്നു വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ദൈവമേ, രോഗിയുടെ നല്ല വൈദ്യനും ഔഷധവും നീയാകുന്നു കർത്താവെ, നീ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മഴക്കെടുതി മൂലം വേദന അനുഭവിക്കുന്നതായ എല്ലാ മക്കളെയും വീടുകൾ നഷ്ടപ്പെട്ടവരെയും സാമ്പത്തിക കെടുതിയിൽ വന്നിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി ഭരണകർത്താക്കൾക്ക് വേണ്ടി ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തെ ദൈവത്തിനുമുമ്പാകെ സമർപ്പിക്കാം. അവിടെ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. വിവിധ രോഗങ്ങളാൽ വലയുന്ന ഓരോ മക്കളെയും സമർപ്പിക്കാം. ജിക്കു ജോസഫ് പാരമ്പര്യമായി കരൾ രോഗമാണ്. കരൾ മാറ്റിവെക്കണമെന്ന നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു. 60 ലക്ഷം രൂപ ചിലവ് വരുന്നതായ സർജറിയാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാനും ഓപ്പറേഷൻ സക്സസ് ആകാൻ വേണ്ടി ആ മകനെ സമർപ്പിക്കാം. ശോശാമ, സജി, ഈ മക്കളുടെ ഒരു വശം തളർന്നിരിക്കുന്നു. ആ രോഗസൗഖ്യം ലഭിക്കുവാൻ വേണ്ടി സമർപ്പിക്കാം. ഷിബി, തൈറോയ്ഡ് രോഗമാണ്. വലിയ ക്ഷീണവും തളർച്ചയും മാറിക്കിട്ടുവാൻ വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ലീല, ചുണ്ടക്കുഴി, നടുവേദനയാൽ ഭാരപ്പെടുന്നു. ഓപ്പറേഷൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവെ, നീ സകലതും ക്രമീകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. 10 ദിവസം പ്രായമുള്ളതായ ഒരു കുഞ്ഞ് ശ്വാസകോശ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നു. ആ മാതാപിതാക്കളെ സമർപ്പിച്ചിരുന്നു. കർത്താവെ, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന കുഞ്ഞിന് ദൈവമേ, നീ പൂർണ്ണമായ സൗഖ്യം നൽകി വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ട് കഴിയുന്നതായ മക്കളെ സമർപ്പിക്കുന്നു. സാലി പൗലോസ്, സാലി, സാറാമ, മേരി ഏലിയാസ് എന്നിവരെ സമർപ്പിക്കുന്നു. 3 വയസ്സുള്ളതായ ഒരു കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ആകണം. അല്ലെ തങ്കച്ചൻ ബ്ലഡ് ക്യാൻസർ സീരിയസ് ആയി കഴിയുന്നു. ലീന ബ്രസ്റ്റ് ക്യാൻസറാൽ ഭാരപ്പെടുന്നു. മേരി ഏലിയാസ് ക്യാൻസറും കോവിഡാനന്തര ബുദ്ധിമുട്ടുകളും മൂലം ഓക്സിജനിൽ താഴുന്ന അവസ്ഥയിലാണ്. മേരി ജോർജ് ഒരു കാലും കൈയും ഒടിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ലിൻഡോ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ വീണ്ടും സർജറിയിലൂടെ കമ്പികളെടുത്ത് മാറ്റി രോഗം എത്രയും പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കാനായിട്ട് ആ മകനും മാനസികാരോഗ്യം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏലിയാസ് കാൽപാദം മുറിഞ്ഞ് സ്റ്റിച്ച് ഇട്ടിരിക്കുന്നു. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പൈലി, പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കാം. അമേലിയയുടെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കാം. മെറിൻ, എബി, ഈ മക്കൾക്ക് കോവിഡ് മൂലം വിവാഹത്തിൻ്റെ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിവാഹം തടസ്സം കൂടാതെ നടക്കുവാൻ വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നതായ മക്കളെ എല്ലാവരെയും സമർപ്പിക്കാം. കർത്താവ് ഉദരവല യഹോവയുടെ ദാനം എന്ന് അരുളി ചെയ്തു വചനം ഞങ്ങളോട് പറയുന്നു. ഞങ്ങൾ പൂർണ്ണമായിട്ട് നിന്നിൽ ആശ്രയിക്കുന്ന കർത്താവെ, സന്താന സൗഭാഗ്യത്തിനായി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്ന റവറൻഡ് ഫാദർ ജോർജി ജോൺ, മേഘ ദമ്പതികൾ 11 വർഷമായിട്ട്
വിവാഹിതരാണ്, മക്കളില്ല. ജെറിൻ ജസ്ന, ഫിനോസ് എജി ഈ ദമ്പതികളെയും അതുപോലെ നമ്മുടെ അറിവിലും പരിചയത്തിനുമുള്ള എല്ലാ ദമ്പതികളെയും നമുക്ക് സമർപ്പിക്കാം. വിദ്യാർത്ഥി സമൂഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൊറോണ മൂലം ഒരു വർഷമായി റെഗുലർ ക്ലാസ്സുകൾ നടക്കാതെ ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ ക്ലാസ്സുകൾ നടക്കുകയും പരീക്ഷകൾ നടക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവെ, തുടർന്നു വരുന്ന ഈ അധ്യയന വർഷത്തിൽ സുഗമമായി ക്ലാസ്സുകൾ നടക്കുവാൻ തക്കവണ്ണം കർത്താവെ വിദ്യാർത്ഥികളോട് കുഞ്ഞുങ്ങളോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാനെന്ന് അരുളിച്ചെയ്തെന്നല്ല നാഥനെ, അവർക്കാവശ്യമായ വിദ്യാഭ്യാസം ജ്ഞാനം ലഭിക്കുവാൻ വേണ്ടി സാഹചര്യങ്ങൾ അവിടുന്ന് അനുകൂലമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായ മക്കൾ എല്ലാവരെയും സമർപ്പിച്ചിരുന്നു. ദൈവമേ, IELTS OET എക്സാം എഴുതാൻ വേണ്ടി ഒരുങ്ങുന്നതായ ബ്ലസ്സി, ജസ്ന എന്നീ മക്കളെ സമർപ്പിക്കുന്നു. അതിന് വിദേശത്ത് പോകാൻ കോവിഡ് മൂലം തടസ്സം നേരിട്ടിരിക്കുന്ന അശ്വതി, സുജ, വർഗീസ് എന്നിവരെയും സമർപ്പിച്ചിരുന്നു. എല്ലാ തടസ്സങ്ങളെയും അവിടുന്ന് മാറ്റിത്തരണമേ. പരിശുദ്ധ സഭയെ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ പിതാവിനെയും ശ്രേഷ്ഠഭാവാതിരുവിനെയും എല്ലാ അഭിയുന്ന പിതാക്കന്മാരെയും സമർപ്പിക്കാം. അവർ ഓരോരുവരോട് മനസ്സലിയണമേ, കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല വാർദ്ധക്യത്തിലായിരിക്കുന്ന ശ്രേഷ്ഠപിതാവിനെ സമർപ്പിക്കാം. കർത്താവേ, നിൻ്റെ കരുണയുണ്ടായിരിക്കണമേ. നീ വഴി നടത്തിയ വലിയ കൃപയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. ഇതുവരെ സംരക്ഷിച്ച വലിയ കൃപയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. തുടർന്നും കർത്താവേ, നിൻ്റെ കരത്തിൽ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വൈദിക സമൂഹത്തെയും സമർപ്പിച്ചിരുന്നു. അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. സന്യസ്തരെ സമർപ്പിക്കുന്ന കർത്താവേ, നീ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായവർക്ക് ആശ്വാസവും വിടുതലും കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, എല്ലാ ഇടവകളെയും സമർപ്പിച്ചിരുന്നു. ദൈവമേ, ആരാധനയ്ക്കായി ഒത്തുകൂടുവാൻ കഴിയാതെ വണ്ണം വരുവീൻ, നാം ഒന്നിച്ച് യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക, അവനെ വണങ്ങി നമസ്കരിക്കാമെന്ന് കർത്താവെ വചനം പറയുന്നത് പോലെ ഒരുമിച്ച് ചേർന്ന് നിന്നെ ആരാധിക്കുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ സ്തുതികളിൽ മേൽ വസിക്കുന്നവനാണ്. കർത്താവെ, ഒരുമിച്ച് കൂടി ഒറ്റപ്പോൾ യെരിഹോ മതിലുകൾ വീണതുപോലെ കർത്താവെ തടസ്സങ്ങളെല്ലാം മാറുവാൻ, ദൈവമേ ആരാധന പുനഃസ്ഥാപിക്കപ്പെടുവാൻ, ജനം ഒന്നിച്ച് നിന്നെ ആരാധിച്ച് സന്തോഷിപ്പാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ കോവിഡ് രോഗം മൂലം വന്നിരിക്കുന്നതായ എല്ലാ അസ്വസ്ഥതകളെയും എല്ലാ തടസ്സങ്ങളെയും അവിടുന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയ മന്ത്രിസഭ കർത്താവെ രൂപീകൃതമായപ്പോൾ ദൈവമേ, ജനങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് കർത്താവെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുവാനുള്ള മനസ്സ് കർത്താവെ കൊടുത്ത് നീ അവരെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, പ്രകൃതിക്ഷോഭങ്ങൾ മൂലം ദൈവമേ ഏറെ കഷ്ടപ്പെടുമ്പോൾ കർത്താവെ വർഷങ്ങളായി നിരന്തരമായി പല വിധത്തിലുള്ളതായ പ്രകൃതി ദുരന്തങ്ങളാൽ ഈ ജനത അനുഭവിക്കുന്നതായ കഷ്ടതയോടൊന്ന് കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടകാലത്തിനെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങളെ വിടുവിക്കുമെന്നുള്ളതായ വചനം നിൻ്റെ വാഗ്ദത്തം ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവെ, കഷ്ടം സഹിപ്പാനെന്നും കൂടി നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്ന വചനവും ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, കഷ്ടതകൾ നിന്ന് വിടുവിക്കുന്നവൻ നീയാകുന്നു. കഷ്ടതയെ കാണുന്നവനാണ്. മിസ്രയീമിലെ ജനം അടിമത്തത്തിലായിരുന്നപ്പോൾ അവരുടെ കഷ്ടത ഞാൻ കണ്ടു എന്നൊരു വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ കർത്താവെ ഞങ്ങളോട് നീ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ധ്യാന കേന്ദ്രത്തിനായി നിന്നെ സമർപ്പിക്കുന്നു. ഇത് ദാനം സമർപ്പിച്ചതായ കുടുംബത്തെ പ്രത്യേകമായി ഏൽപ്പിച്ചിരുന്നു. ദൈവമേ, നിത്യതയിലേക്ക് തിരികെ പ്രകാരം വാങ്ങിപ്പോയിരിക്കുന്നതായ പൗലോസ്ലേട്ടന് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമേ. കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. തലമുറയായി അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ. അവരുടെ പ്രവർത്തന മേഖലകളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ താമസിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും പ്രത്യേകമായി ഓരോരുത്തരായി സമർപ്പിച്ചിരുന്ന കർത്താവെ, ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അഭിഷിക്തരെ കർത്താവെ സമർപ്പിച്ചിരുന്നു. വിവിധങ്ങളായ ശുശ്രൂഷകൾ കൂടി കർത്താവെ ഇതിന് നേതൃത്വം നൽകുന്ന ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഏൽപ്പിച്ചിരുന്നതുമേ പലരും കർത്തസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നു. അവരെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവെ, നീ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സാമ്പത്തികമായി സഹായിച്ചവർ, കർത്താവെ ജോലിയെടുത്ത് സഹായിച്ചവർ, മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ്, വിവിധങ്ങളായ ശുശ്രൂഷകൾ കൂടി ഇതിനോട് ചേർന്ന് സഹകാരികളായിരിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ്, അവരായിരിക്കുന്ന മേഖലകളിൽ നീ അവരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ ധ്യാന കേന്ദ്രത്തിൽ കൂടി നടക്കുന്നതായ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ചിരുന്നു. കർത്താവെ, ശനിയാഴ്ച തോറുമുള്ള തിരുവചനാഗ്നിയും
വചനസന്ധ്യകൾ, ദിവസം തോറുമുള്ള വചനസന്ധ്യകൾ, കർത്താവെ, ബൈബിൾ ക്ലാസ്സുകൾ, ബൈബിൾ സ്റ്റഡി, എല്ലാ വിഷയങ്ങളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചിരുന്നു. ദൈവമേ, ഇവിടെ കടന്നു വരുന്നവർ അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവെ, നിന്നെ കാണുവാൻ, രുചിച്ചറിയുവാൻ തക്കൊണ്ട് അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ വിഷയങ്ങളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലണമേ. ആമേൻ. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെ, നിങ്ങളുടെ കുടുംബങ്ങളോടുകൂടെ, പ്രാർത്ഥനാ വിഷയങ്ങളോടുകൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.